ഗുഡ് മോർണിംഗ് സർ. എന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള വരവാണ്. ഞാനിപ്പോൾ നീതിയുടെ പക്ഷത്താണ് സർ. ഇപ്പോഴാ നീതി നിയമവും രണ്ടാണെന്ന് മനസ്സിലായത്. സർ, ജോർജിനെ ഇല്ലാതാക്കേണ്ടത് നമ്മുടെ മൈക്കിളിൻ്റെ ആവശ്യമായിരുന്നു. പക്ഷേ പാട്രിക്കിനോട് ഒരു വ്യക്തി വൈരാഗ്യവുമില്ലാത്ത മൈക്കിൾ എന്തിന് പാട്രിക്കിനെ കൊന്നു? സ്വസ്ഥമായി ജീവിക്കാൻ പാട്രിക്കിനെയും ഇല്ലാതാക്കണമെന്ന് ഞാൻ പറഞ്ഞു. ബിക്കോസ് ഹീസ് പ്ലേയിങ് എ ഡബിൾ ഗെയിം. രണ്ട് ഗ്യാങ്ങിനും ബുദ്ധി ഉപദേശിക്കുന്ന ശകുനി അവനായിരുന്നു. പക്ഷേ അവിടെ എനിക്ക് തെറ്റി. ഷുഗർ നശിപ്പിച്ചു കളഞ്ഞാലും വളർന്നു വരുന്ന ക്യാൻസർ കോശങ്ങൾ പോലെ ഇതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. Only a specialist doctor can burn the cancer cells in a better way. And he's ജോർജ് പീറ്ററുടെ മരണത്തിന് ഉത്തരവാദിയെ കണ്ടെത്തി വധിക്കുക. ദാറ്റ്സ് മൈ ഗോൾ. പണി ഏൽപ്പിച്ചത് പാട്രിക്. പണിക്കൂലി തരാൻ ആളിപ്പോൾ ഇല്ല. നീ കൊന്നു കളഞ്ഞു. തിന്ന ചോറിന് കൂറുള്ളതുകൊണ്ട് ഞാനിപ്പോൾ എൻ്റെ പണി ചെയ്യുക. നിന്റെ സിസ്റ്റർ ക്യൂട്ട് ജെന്നിഫറെ ഇല്ലാതാക്കാൻ പോവും. പേടിക്കണ്ട, ഞാൻ വേദനയില്ലാതെ പെട്ടെന്ന് തീർത്തോളാം. എന്നാലേ നിനക്ക് വേദനിക്കൂ. ആ വേദനയാണ് ഇപ്പം എൻ്റെ കൂലി. നിനക്കറിയണോ എങ്ങനെയാ വേദനയില്ലാതെ പെട്ടത് തീർക്കണതെന്ന്? ബ്ലേഡ് ഇപ്പോൾ മേജർ ആർട്ടറിയിൽ കുത്തിയിറക്കിയിരിക്കുകയാണ്. 3 മിനിറ്റിനുള്ളിൽ ഇന്റേണൽ ബ്ലീഡിംഗ് കാരണം ഹൃദയമിടിപ്പ് നിൽക്കും. കണ്ണുകൾ തുറന്നു തന്നെ ഇരിക്കും. സിരകളിലേക്കുള്ള രക്തയോട്ടം നിൽക്കുന്നത് വരെ നീ എല്ലാം അറിയും. പതിയെ മരണത്തിലേക്ക്. വലിയ വേദനയില്ലാതെ തീർക്കണം. ഇങ്ങനെയാണ്. അല്ല, എന്താ പരിപാടി? എന്ന് പോലെ ഈ ഓപ്പി തുടങ്ങിയത്? നാറി, നീ എന്റെ സ്വഭാവം അറിയും. കുറെ നാളായി നീ എന്റെ ക്ഷമ പരീക്ഷിക്കുന്നു. സാർ, ഇത് പ്രത്യേക അറ്റൻഡ് ചെയ്യേണ്ട ഒരു കേസായോണ്ടാ. വാ കൊണ്ട് കുറെ പറഞ്ഞു, ഇനി കൈ കൊണ്ട് ജയിപ്പിക്കരുത്. അത് നീ താങ്ങില്ല. ഇത് നിനക്കുള്ള ലാസ്റ്റ് വാണിംഗാ. സാർ, ഇപ്പോൾ ഫൈൻഡിങ്സ് എന്താവും? പരസ്പരം തല്ലി തീർക്കുന്ന അധോലോകം അല്ലേ? അങ്ങനെ ആക്കണം. ഞാൻ അറിഞ്ഞിടത്തോളം ജോർജ് പീറ്ററിനേക്കാൾ അപകടകാരിയാണ് അനുജൻ മാർക്കോ. കൊന്നുതള്ളാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ മാർക്കോ അത് ചെയ്തു കഴിയേണ്ട നേരമായി. മുറിവേൽപ്പിച്ച് കുത്തിയിളക്കി കൂടുതൽ വേദനിപ്പിക്കുക, അതാ ലക്ഷ്യം. എന്താ സാർ? ഹി ലുക്സ് ടു മിസ്റ്റീരിയസ്. പെട്ടെന്ന് ക്യാഷ്വലിറ്റി. സാർ, ഒരു ഡൗട്ട് കൂടിയുണ്ട്. തൻ്റെ ഡൗട്ട്സ് തീർന്നില്ലേ? സാർ ഇത്രമാത്രം സഹായിക്കാൻ ഈ ഡോക്ടർ മൈക്കിൾ ആരാണ്? എന്താണ് സാറുമായിട്ടുള്ള ബന്ധം? ആ അന്വേഷണത്തിൽ താൻ എത്രമാത്രം പുരോഗമിച്ചിട്ടുണ്ട്? ഡോക്ടർ മൈക്കിൾ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന കാലയളവിലായിരുന്നു സാറ് മെഡിക്കൽ കോളേജ് CA ആയിരുന്നു. കൂടുതലൊന്നും അറിയില്ല. യെസ്, ഐ നോ ഹിം. ലോക്കൽ പോലീസിന്റെ റിപ്പോർട്ട് കിട്ടി ഞാൻ പുറപ്പെട്ടത് ഒരു മുൻധാരണയുമില്ലാതെ. എല്ലാവരുടെയും മുമ്പിൽ, പ്രത്യേകിച്ച് തൻ്റെ പെങ്ങളുടെ മുമ്പിൽ, ഒരു പാവമായ മൈക്കിൾ. പക്ഷേ ഈസ് ദിസ് മൈക്ക്? ഞാൻ അവിടെ കണ്ടത് എനിക്കറിയാവുന്ന മിടുക്കനായ മെഡിക്കൽ സ്റ്റുഡൻറ് മൈക്കിളിനെയാണ്. cerebrum, cerebellum, and the brainstem.
The cerebrum consists of cerebral hemispheres. This forms the largest part of the brain. It's situated above the other brain structures. The brainstem, which resembles a stalk, connects the cerebrum to the spinal cord. നെക്രോഫീലിയാക്ക്, പച്ച മലയാളത്തിൽ ശവത്ത ബോയിക്കുന്നവൻ. ഇല്ല, സാറും അങ്ങനെ പറയരുത്. എൻ്റെ അനിയനാണവൻ. ഞാൻ വളർത്തിയ എൻ്റെ അനിയൻ. സീനിയേഴ്സായ ഒരു ഗ്യാങ്ങുമായി 2 ദിവസം മുൻപ് ഇവനൊരു പ്രശ്നമുണ്ടായി. കുട്ടികളെല്ലാം ഇപ്പോൾ ഇവനെതിരാണ്. ക്യാമ്പസിൽ അധികം നേരം പോലീസ് നിന്നാൽ അത് പ്രശ്നമാവും. സാർ, ഇവന് ഭക്ഷണത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം മറഞ്ഞപ്പോഴാണ് അവരവിടെ കൊണ്ടിട്ടത്. ഇന്നിവൻ പരാതി നൽകും. സാർ, അത് പോലീസിന് കൈമാറണം. ബാക്കി ഞാൻ നോക്കിക്കോളാം. വണ്ടി ഇപ്പം കൊണ്ടുവരാം. എന്നോടല്ലേ പറഞ്ഞത്? നിനക്ക് മനസ്സിലായില്ലേ? അവന് വണ്ടി തരാൻ പറ്റില്ല എന്ന്. ഏയ് സൈക്കോ, എനിക്ക് ഈ വണ്ടി വേണം. സോറി. ബാറ്ററി സൈഡ്, ഗിവ് മീ ദ കീ. നീ അങ്ങനെ വിളിച്ചാ നിന്റെ കാലിയം വിളിക്കും. സ്വന്തം അപ്പനെ കൊന്നവനെ ബാറ്ററി സൈഡ് എന്നല്ലാതെ ഏഞ്ചൽ എന്ന് വിളിക്കാൻ പറ്റൂ? ബാറ്ററി സൈഡ്.